ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ, ഉപ്പു തരി വീണലിഞ്ഞു മറിഞ്ഞു പോകാം മട്ടിലെന്നുണ്ണി. നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറിഞ്ഞു പോകാം. എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. മണ്ണിനെ സ്നേഹിക്കും കന്നഡത്തിൻ മധുരമായ ശർക്കര വണ്ടി വന്നു. ഈറൻ ചുമുക്കാതൊടുത്തുകൊള്ളാം ഈറോട് കൈക്കറി കൊണ്ടു തന്നു. മുറ്റത്തു പൂക്കളം തീർക്കുവാനായി പ്ലാസ്റ്റിക് വർണ്ണങ്ങൾ ഒന്നു ചേർന്നു. അളിയനും പെങ്ങളും കുട്ടികളും അറവിമാനമിറങ്ങിയിരുന്നു. അലസത വിലസത മിന്നിലെന്തേ അടിപൊളിയാണെന്റെ കോണമെന്നും. ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വി മധുസൂദനൻ നായർ എഴുതിയ ഒരു കവിതയാണ്. അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫസറാണ്. എന്നാൽ പ്രശസ്തമായ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് നാരായണത്ത് ഭ്രാന്തൻ. എന്നാൽ അതല്ല ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എന്റെ കവിതയിലേക്ക് കടക്കാം. ഈ കവിതയും ഒരു സ്നേഹത്തെ കുറിച്ചുള്ള കവിതയാണ്. ഞാനൊരു കവിയോ കവിയത്രിയോ ഒന്നുമല്ല. അതുകൊണ്ട് ഇതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാവരും സാദരം ക്ഷമിക്കുക. നിറമുള്ള ജീവിത പീലി തന്നു ഇരുളിൻ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മ ശിഖരത്തിൽ ഒരു കൂടു തന്നു. ആത്മശിഖരത്തിൽ ഒരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും കളികാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളികാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴു പണി കഴിഞ്ഞിട്ടില്ല. രാവിലെ ഒരു പൂക്കളിട്ടതാ. എന്തോരം കഷ്ടപ്പെട്ടു. ഒരു പണി എന്റെ കഴിഞ്ഞിട്ടില്ല. എന്റെ ഉണ്ണിമോൾ ഇപ്പോ സ്കൂളിൽ നിന്ന് വരും. അവള് വരുമ്പോ എല്ലാം തുറക്കാനായിട്ട് അതിന് വേണ്ടി ഒരുക്കാണ്. ഏറ്റവും ഇഷ്ടമുള്ള കറി അതിപ്പോ ഞാൻ ഉണ്ടാക്കും. അതെല്ലാം ഉണ്ടാക്കി അവർക്ക് നിറയെ നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് സെറ്റ് കൊടുത്തേക്കണേ. എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് അത്. അവർക്ക് ഈ സെറ്റ് അമ്മ സെറ്റ് കൊടുത്താൽ മതി, സെറ്റ് കൊടുത്താൽ മതി.
ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവള് വരില്ല, എന്റെ കുട്ടി വരില്ല. സ്കൂളിൽ പോയതാ, രാവിലെ പോയത്. ആർക്കും ഇല്ല ഞാൻ ഈ പൂക്കളൊക്കെ ഇട്ട് വരില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു ക്ഷമിക്ക് ക്ഷമിക്ക്, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറക്കും, എല്ലാം മറക്കുന്നു. ഓണാണ് എന്റെ കൊച്ചു പോയിട്ടുള്ള ആദ്യത്തെ ഓണം. ഞാൻ എന്തിനാ ജീവിക്കണേ? ഞാൻ എന്തിനാ ജീവിക്കണേ? മലയാളികളുടെ കാത്തു സൂക്ഷിക്കുന്നതിനും കേരളത്തിന്റെ സംസ്കാരം എവിടെയാണെങ്കിലും അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി കേരളത്തിലെ പോലെ വിദേശ മലയാളികളെ ആഘോഷിക്കുന്നു. മഹാബലിയും പൂക്കളങ്ങളും ആഘോഷങ്ങളുമായി മലയാളികൾ നാട്ടിലെ അതേ പ്രവൃത്തിയോടെ അവിടെയും ആഘോഷിക്കുക. നാട്